we believe that farmers and laborers are the foundation of this state and of our country. ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർഷകരും തൊഴിലാളികളുമാണ് ഈ രാജ്യത്തിന്റെയും ഈ സംസ്ഥാനത്തിന്റെയും ഈ രാജ്യത്തിന്റെയും അടിത്തറയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. Mr. Narendra Modi signed the US deal where he gave away the future of all India's farmers. നരേന്ദ്രമോദി യുഎസുമായിട്ട് അമേരിക്കയുമായി ഏർപ്പെട്ട കരാറിൽ ഇന്ത്യയിലെ കർഷകരുടെ മുഴുവൻ ഭാവി അവർക്ക് തീരെഴുതി കൊടുക്കുകയാണ് ചെയ്തത്. He is the first prime minister in modern India's history who has opened agriculture to the international market. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആഗോളതലത്തിലുള്ള വിപണിക്ക് തുറന്നുകൊടുത്ത ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. He is the first prime minister of India, modern India, who has given away our energy security. നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെ തീരെഴുതി കൊടുത്ത ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. Today, India cannot buy oil, cannot buy petrol, cannot buy diesel from who it wants. ഇന്ത്യക്ക് ഇന്ന് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമോ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് പെട്രോളോ ഡീസലോ എണ്ണയോ ഇന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. Imagine there is a financial earthquake that is coming because of what has happened in the Middle East. And India, a country of 1.4 billion people, cannot buy oil from who it wants. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് മധ്യേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിന്റെ ഫലമായി ഇവിടെ ഒരു സാമ്പത്തികമായ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നുള്ളത്. If India wants to buy oil from Russia, from Iraq, from Iran, from Saudi Arabia, it can only do so after taking permission of Donald Trump. ഇന്ത്യക്ക് ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ എണ്ണ വാങ്ങിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി നേടിയതിനു ശേഷം മാത്രമേ ഇന്ത്യക്ക് ഇന്നത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. There can be nothing more shameful than this. ഇതിനേക്കാൾ ലജ്ജാകരമായി സംഭവിക്കാൻ മറ്റൊന്നുമില്ല. An independent country has to ask the United States for permission from who to buy oil. ഒരു സ്വതന്ത്ര പരമാധികാരമായ രാജ്യമായ നമുക്ക് ആരിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമെന്നത് അമേരിക്കയുടെ അനുവാദം തേടി മാത്രം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. And you are going to see that the people of Kerala and the people of India are going to pay the price for this decision.